അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒറിജിനൽ കേരള ക്രിസ്റ്റ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു നീറ്റ് ഒറിജിനൽ കേരള ക്രിസ്റ്റ നമുക്ക് വന്നിട്ടുണ്ട്. KL09AU 6090 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന വണ്ടിയാണ്. പാലക്കാട് രജിസ്ട്രേഷൻ ആണ് കേട്ടോ. നമ്പർ എന്തിനാ പ്രത്യേകിച്ച് പറയണേ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഹിസ്റ്ററി മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പോൾ ഈ ക്രിസ്റ്റേൻ്റെ എഞ്ചിൻ റൂം സൈഡ് തന്നെ നമുക്ക് ആദ്യം നോക്കാം. പക്ക നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്രോസ് ബമ്പർ കാര്യങ്ങളൊക്കെ പക്ക നീറ്റായിട്ട് തന്നെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് കാര്യങ്ങൾ, ബോണറ്റിന് ഇവിടെ ഡെൻറ്റ് വർക്ക് കാര്യങ്ങൾ, മീൻസ് ആക്സിഡൻറ്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ടയേഴ്സിൻ്റെ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ ഫുൾ ഗ്രിപ്പ് അവൈലബിൾ ആണ് കേട്ടോ. 2024 മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ള ഫുൾ ഗ്രിപ്പുള്ള 4 ടയേഴ്സ്, പുത്തൻ ടയേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൈഡ് വൈസ് നോക്കുവാണെങ്കിൽ അതിന് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ബേക്കത്തെ ടയർ നോക്കുവാണെങ്കിൽ അതും ഫുൾ ഗ്രിപ്പ് അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി ടയറാണ്. MRFൻ്റെ 4 ടയേഴ്സാണ് കേട്ടോ വരുന്നത്. ഇനി ബാക്ക് സൈഡ് ഡിക്കി സൈഡ് നോക്കുവാണെങ്കിൽ പക്ക നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡിക്കിക്കും ഈ പറയുന്ന പോലെ പേസ്റ്റിങ്ങിന് പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല, വർക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇതിനാകെപ്പാടെ ക്ലെയിം ചെയ്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈൽ ലൈറ്റും ഈ ഒരു ഗ്ലാസും റീപ്ലേസ്ഡ് ആണ് കേട്ടോ. പിന്നെ ലെഫ്റ്റ് സൈഡ് ടയർ നോക്കുവാണെങ്കിൽ അതും ഫുൾ ഗ്രിപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നമ്പർ എന്താണെങ്കിലും കസ്റ്റമർ ഇത് താല്പര്യമുള്ളവർ വണ്ടി പേഴ്സണലി ചെക്ക് ചെയ്തിട്ട് എഞ്ചിൻ സൈഡോ അല്ലെങ്കിൽ ബോഡി സൈഡോ നിലവിൽ യാതൊരുവിധ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. താല്പര്യമുള്ളവർ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ നമ്പർ എടുത്തിട്ട് ഹിസ്റ്ററി ഒന്ന് എടുക്കുക കേട്ടോ. ഹിസ്റ്ററി എടുത്തതിന് ശേഷം മാത്രം വരിക. പിന്നെ ഫ്രണ്ടത്തെ ലെഫ്റ്റ് സൈഡ് ടയർ നോക്കുവാണെങ്കിൽ അതും ഫുൾ ഗ്രിപ്പ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡ് ഒന്ന് നോക്കാം കേട്ടോ. ഇന്റീരിയർ സൈഡ് നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന സീറ്റ് കവർ കാര്യങ്ങൾ ടോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതുപോലെ സ്റ്റിയറിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെനുവൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. ഗിയർ നോബൊക്കെ നോക്കുവാണെങ്കിൽ ജെനുവൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമ്മുടെ പെഡൽ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അതും അധികം തേയ്മാനമൊന്നും സംഭവിച്ചിട്ടില്ല. 76,842 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ്. നല്ലൊരു ടച്ച് സ്ക്രീൻ അവൈലബിൾ ആണ് കേട്ടോ. ഓവറോൾ നോക്കുവാണെങ്കിൽ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു അടിപൊളി ക്രിസ്റ്റ 2.4G വേരിയന്റിൽ വരുന്ന സിംഗിൾ RC കിടക്കുന്ന വണ്ടി. അപ്പോൾ വണ്ടിക്ക് കസ്റ്റമർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 22 ലക്ഷം രൂപയാണ്. ഈ 2021 സെപ്റ്റംബർ മാസം രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് കേട്ടോ. പേഴ്സണലി പറയുകയാണെങ്കിൽ നീറ്റ് വണ്ടിയാണ്. അപ്പോൾ ക്രിസ്റ്റ നോക്കുന്നവർ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുത്ത് പൊക്കി കൊണ്ടുപോയിക്കോളാം. അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ കണ്ണൂർ ആലക്കോടാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ.